കേരളത്തിലെ SFIനെ ഒരു സർക്കസ് കമ്പനിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയൻ ശ്രമങ്ങൾ നടത്തിയപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് SFI മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു മുന്നോട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ബെസ്റ്റ് ജോക്കർ ആരാണെന്നുള്ളൊരു കോമ്പറ്റീഷനാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് SFI സംസ്ഥാന പ്രസിഡന്റ് ആണോ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നോ എന്നതിൽ മാത്രമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് സംശയമുള്ളൂ. ഈ PM ശ്രീ വിഷയത്തിൽ ASF എടുത്ത നിലപാട് ഈ വിഷയത്തിലും അവർ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ സർക്കാരിന്റെ മുൻപിൽ ചോദ്യം ചോദിക്കാൻ അവർ കൂടി തയ്യാറാകണമെന്ന് പറയുകയാണ്. മൗനത്തിലായിരിക്കുന്ന SFI മൗനം വെടിയണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കാരണം അവർ പറയുന്നതെല്ലാം ഇന്നൊരു കാര്യം പറയുന്നു, നാളെ അതിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്നതിൽ കവിഞ്ഞ് യാതൊരു കമ്മിറ്റ്മെന്റോടും കൂടിയിട്ടല്ല SFIയുടെ സംഘടനാ പ്രവർത്തനം എന്ന രീതിയിലേക്ക് ഞങ്ങൾ അതിനെ കരുതുകയാണ്. അതുകൊണ്ട് SFI മറുപടി പറയണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളെ സംഘപരിവാറിന് കീഴ്പ്പെടുത്തില്ല എന്ന് പറഞ്ഞ SFI, അല്ലെങ്കിൽ ഗവർണറുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ SFI, സർക്കസ് കമ്പനിയിലെ ജോക്കറിന് തുല്യമായി ഉള്ള അഭിനയമാണ് കഴിഞ്ഞ കുറേയേറെ നാളുകളായി നടത്തിക്കൊണ്ടിരുന്നത്. കേരളത്തിലെ SFIനെ ഒരു സർക്കസ് കമ്പനിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയൻ ശ്രമങ്ങൾ നടത്തിയപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് SFI മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു മുന്നോട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ബെസ്റ്റ് ജോക്കർ ആരാണെന്നുള്ളൊരു കോമ്പറ്റീഷനാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് SFI സംസ്ഥാന പ്രസിഡന്റ് ആണോ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നോ എന്നതിൽ മാത്രമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് സംശയമുള്ളൂ. ഇനിയെങ്കിലും കേരളീയ പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനത്തിൽ നിന്ന് SFI പോലുള്ള ഒരു വിദ്യാർത്ഥി സംഘടന പിന്നോട്ട് പോകണമെന്ന് പറയുകയാണ്. ഈ ഭാരതാംബ വിഷയത്തിലെല്ലാം വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായപ്പോൾ ആ സമയത്ത് പോലും SFI നടത്തിയ സമരങ്ങൾക്ക് ഒരു ആത്മാർത്ഥത ഇല്ലായിരുന്നു എന്ന് KSU സൂചിപ്പിച്ചതാണ്. ഇവിടെ KSUവിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഇവിടെ എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് ഭാരതാംബ വിഷയം ഉണ്ടാകുമ്പോൾ ആ ഹാളിലേക്ക് സധൈര്യം കടന്നു ചെന്ന് ഈ പറയുന്ന ഗവർണറുടെ അല്ലെങ്കിൽ സംഘപരിവാർ വൽക്കരണത്തിന്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായി പോരാടി വലിയ രീതിയിലേക്കുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ എന്നോടൊപ്പം ഉണ്ട്. അന്ന് ഇതൊരു സെറ്റിട്ട രീതിയിൽ ആ വേദിയുടെ അടുത്ത് പോലും വരാതെ ഒരു സമരാഭാസം കടന്നു പോയതും കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പിക്ചർ എല്ലാം വളരെ ക്ലിയർ ആണ്, ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകരുത്. കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും ഏറ്റവും അടിയന്തരമായി മുഴുവൻ വൈസ് ചാൻസലർമാരെ വെക്കണമെന്ന ആവശ്യം വീണ്ടും സർക്കാരിന്റെ മുൻപിൽ ഞങ്ങൾ വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ മുഴുവൻ സർക്കാർ കോളേജുകളിലും സ്ഥിരം പ്രിൻസിപ്പൽമാരെ വെക്കണമെന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ കേവലം സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ആകെ 2-3 മാസം മാത്രം ആയുസുള്ള ഈ സർക്കാരിനെ ഇനി വിമർശിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവർ ഇനി അത് ശരിയാകുമെന്നും ഒന്നും നമ്മൾ ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇനിയും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പിന്നോട്ട് പോകാൻ ഞങ്ങൾ യാതൊരു രീതിയിലേക്കും അനുവദിക്കില്ല. എത്തരത്തിൽ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ വരാൻ പോകുന്ന UDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടാകണമെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കാനുള്ള ഒരു ശ്രമങ്ങളിൽ കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് KSU മുന്നോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഞങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി കേരളത്തിൽ വരാൻ പോകുന്ന സർക്കാരിന്റെ മുൻപിലേക്ക് നിർദ്ദേശങ്ങൾ ഞങ്ങൾ വയ്ക്കും. എങ്ങനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ നമുക്ക് മുൻപന്തിയിൽ എത്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിലവിലുള്ള ഈ സ്റ്റുഡന്റ് മൈഗ്രേഷൻ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ നാട്ടിൽ അസ്വസ്ഥരായി അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോട് യാതൊരു രീതിയിലേക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവർ സംതൃപ്തി ഇല്ലാത്തത് കൊണ്ട് ഈ നാട് വിട്ട് വിദേശ രാജ്യത്തേക്ക് പലായനം ചെയ്യുന്നതെല്ലാം വലിയ ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ വലിയ രീതിയിലേക്കുള്ള ഒരു ബ്രെയിൻ ഡ്രെയിൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെല്ലാം ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം. യൂണിവേഴ്സിറ്റി തലങ്ങളിലെല്ലാം പൊളിച്ചെഴുത്തലുകൾ നടത്തേണ്ടുന്ന മേഖലകളെ പറ്റിയെല്ലാം സമഗ്രമായിട്ടുള്ള പൊളിച്ചെഴുത്തലുകൾ നടത്തി അക്കാദമിക് നോൺ അക്കാദമിക് മേഖലകളിലെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം കേരളത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബായിട്ട്, അതായത് ആഗോള തലത്തിലുള്ള പൗരന്മാർ ഉൾപ്പെടെ കേരളത്തിൽ വന്ന് വിദ്യാഭ്യാസം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി കേരളത്തിലെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി കേരളത്തിന്റെ UDFന്റെ മുൻപിലേക്ക് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങളത് സമർപ്പിക്കും. അത് നേതൃത്വം പരിഗണിക്കും എന്ന് തന്നെ ഞങ്ങളത് കരുതുകയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പത്രസമ്മേളനം വിളിക്കാനുണ്ടായ സാഹചര്യം.